ശ്രീ നജീബ്, ഡോക്ടർ കമ്മപ്പ പറഞ്ഞ ശ്രദ്ധേയമായൊരു നിരീക്ഷണമുണ്ട്. വൻകിട ഹോസ്പിറ്റലിൽ വരുന്നതോടുകൂടി ചെറുകിട ആശുപത്രികൾ അപ്രത്യക്ഷമാകും. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ആക്ച്വലി നമ്മുടെ ഇപ്പോൾ ഡോക്ടർ കമ്മത്തും ഡോക്ടർ സുൽഫിയും പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി കെയർ ആണ്. നമ്മുടെ പ്രൈമറി കെയർ കേരളത്തിൽ ശക്തമായി സ്വകാര്യ മേഖലയിലും ഗവൺമെന്റ് മേഖലയിലും, അതിനകത്ത് ഗവൺമെന്റ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ഉള്ളത്. കാര്യം ഇഷ്ടംപോലെ മെഡിക്കൽ കോളേജസും ജനറൽ ഹോസ്പിറ്റൽസും പിന്നെ താലൂക്ക് ഹോസ്പിറ്റൽസും ജില്ലാ ഹോസ്പിറ്റൽസും ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പ്രൈമറി കെയർ ശക്തമായിട്ട് പോയത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ക്ലിനിക്സ് ഇപ്പൊ നമ്മള് വെളിയിൽ പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ദുബായിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് മിഡിൽ ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളത് മുഴുവൻ പ്രൈവറ്റ് ക്ലിനിക്സ് ആണ്. ഡേ പ്രൊസീജിയേഴ്സ് ആണ്. അവർക്ക് രാവിലെ വരാം, വൈകുന്നേരം പോകും. ദർ ഇസ് നോ ട്രീറ്റ്മെന്റ്. അവിടെ താമസിച്ചുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. വളരെ ഫ്യൂ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ഫ്യൂ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ് കിടത്തി ചികിത്സയുള്ളത്. കേരളത്തിൽ അങ്ങനെയല്ല. അപ്പോൾ ഏത് പ്രൈമറി കെയറിൽ പോയി കഴിഞ്ഞാലും അവർക്ക് അത് കിട്ടും. ഇപ്പൊ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക്, നമ്മുടെ ഈ പ്രധാനപ്പെട്ട മേജർ ഹോസ്പിറ്റലിലേക്ക് വരുന്ന 99% പേഷ്യൻസ് എന്ന് പറയുന്നത് ടെറിഷറി കെയറിനും കോർഡിനറി കെയറും ഫെസിലിറ്റീസ് വേണ്ടിയിട്ടാണ്. പൊതുവിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അക്യൂട്ട് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള സർജറി പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് മിക്കവാറും വരുന്നത്. അവർക്കെല്ലാം തന്നെ അതിനകത്ത് 70-80% ആൾക്കാർക്ക് ഒന്നുകിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് അല്ലെങ്കിൽ സ്വന്തം ഇൻഷുറൻസ് ഉണ്ട്. നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു എന്താണ് ആഗോള ഭീമന്മാർ വന്ന് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ഭീതി ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ മുഴുവൻ 100% എന്താണ് ഇൻഷുറൻസ് ആക്കുക. ഇപ്പൊ മിഡിൽ ഈസ്റ്റ് മുഴുവൻ 100% ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് റിപ്പോർട്ട് അയച്ച് ഇൻഷുറൻസിന്റെ അപ്രൂവൽ വാങ്ങിയാൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എക്സെപ്റ്റ് എമർജൻസി കേസസ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പേഷ്യന്റിനെ എഫക്ട് ചെയ്യുന്നേ ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒരു 40-50% ഇൻഷുറൻസ് മേഖല കൈയടക്കിയിട്ടുണ്ട്. അപ്പൊ അത് 100% ഇൻഷുറൻസ് ആകുകയാണെങ്കിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് വരും എന്നുള്ള ഭീതിയില്ല. അപ്പോ ഏറ്റവും നല്ല കെയർ ഏറ്റവും അടുത്ത് ഏറ്റവും പെട്ടെന്ന് നൽകുന്നതാണ് ഈ സ്വകാര്യ മേഖലകൾ. അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്ന ആൾക്കാർ ഇപ്പൊ നമ്മള് ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇല്ലെങ്കിലും നമ്മളാണെങ്കിൽ ഇവിടെ ഉള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ അവർക്ക് റീസണബിൾ പ്രോഫിറ്റ് കിട്ടാതിരിക്കാൻ പറ്റില്ല. പ്രൈവറ്റ് ഇക്വിറ്റി വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവർ കുറച്ചും കൂടെ പെർസെന്റേജ് പോകും. പക്ഷെ അതിന് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they will bring the best expertise of the world class expertise to our doorstep. ഒന്ന്. രണ്ട്, negotiations of equipments, negotiations of consumables, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫാർമസി ഐറ്റംസ്, എല്ലാം തന്നെ they will make additional profits than what we are doing. മൂന്ന്, കോമ്പറ്റീഷൻസ് ഉള്ളത് കൊണ്ട് റേറ്റ് ഒരു ലെവൽ കഴിഞ്ഞിട്ട് ആർക്കും കൂട്ടാൻ പറ്റത്തില്ല. നാല്, ഇൻഷുറൻസ് കവേർഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു ദ പീപ്പിൾ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഇപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന പോലെ ഗവൺമെന്റ് എപ്പോഴും ശക്തമായി ഇടപെട്ടുകൊണ്ടാണ് അവരുടെ പ്രൈമറി കെയറും സെക്കൻഡറി കെയറും ഇവിടെ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റ് ഒരുപാട് പൈസ മുടക്കുന്നുണ്ട്, ധാരാളം പൈസ മുടക്കി ചെയ്യുന്നുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോവുകയും പ്രൈമറി കെയർ നടത്തുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സപ്പോർട്ട് കൊടുക്കുകയും അതേസമയം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത റെഫറൽ പേഷ്യൻസ് ആണ് ഇപ്പൊ കിംസിലാണെങ്കിലും ആസ്ട്രലിലാണെങ്കിലും മിംസിലാണെങ്കിലും ലേക്ഷോറിലാണെങ്കിലും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ റെഫറൽ പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയുകയും ചെയ്യണം. അതുകൊണ്ട് നോബഡി ഈസ് അഗൈൻസ്റ്റ് ദി പ്രൈമറി കെയർ ഓർ നോബഡി ഈസ് അഗൈൻസ്റ്റ് ദി ഗവൺമെന്റ് സപ്പോർട്ട് ഫോർ ദി ഹെൽത്ത് കെയർ. അതുകൊണ്ട് കമത്ത് പറഞ്ഞതും സുൽഫി പറഞ്ഞതും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. കേണൽ രാജീവ് മണാലി, ശ്രീ നജീവ് പറഞ്ഞതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്ക് മാത്രമേ ഇനിയത്തെ കാലത്ത് ചികിത്സ കിട്ടൂ എന്നൊരു അവസ്ഥയിലേക്കാണോ കേരളം പോകുന്നത്? ഞാൻ കുറച്ചു മുമ്പ് കേരള മോഡലിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് അമേരിക്കൻ മോഡൽ എന്താണ്? ഏറ്റവും വികസിത രാജ്യമാണല്ലോ അമേരിക്ക. അതുപോലെ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇലക്റ്റീവ് കെയർ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിനെ, ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ ആഴ്ചകൾ തന്നെ വെയിറ്റ് ചെയ്യാം. ഒരു ജനറൽ പ്രാക്ടീഷണറിനെ കണ്ടിട്ട് അവിടുന്ന് കിട്ടുന്ന അപ്പോയിന്റ്മെന്റ് അനുസരിച്ച് ആയി കാണാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു ഡെന്റിസ്റ്റ്, നമുക്കൊരു പല്ലുവേദന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ദന്ത സംബന്ധമായ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ ഒന്നും കാണാൻ സാധിക്കില്ല.
കാരണം എന്താണ്? അവിടെ എല്ലാം ആശുപത്രി, ഇൻഷുറൻസ്, അങ്ങനെ ഒരു 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 ചെയിൻ അവിടെ ഉണ്ടാക്കി വെച്ചു. ഈ ഇൻഷുറൻസ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണെന്ന് ഞാൻ കരുതുന്നേയില്ല. അത് ശരിയല്ല. ആ അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെയോ അവൈലബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി ഓഫ് കെയർ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അതൊരു മോഡലേ അല്ല. നമ്മുടെ ഇവിടെ കേരളത്തിലും ഒരു പരിധിവരെ ഇന്ത്യയിലും സ്വീകരിച്ചു പോരുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു മോഡലാണ് ഇന്ത്യ പോലുള്ള രാജ്യത്തിന്. അമേരിക്കയും യൂറോപ്പും എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ അടുത്ത് പറയാനായിരിക്കും. ആക്സ്റ്റോണിനും KKR-ഉം അതുപോലുള്ള ഇക്വിറ്റി കമ്പനികൾക്കൊന്നും അമേരിക്കയിൽ ഒരു ഹോസ്പിറ്റൽ ഇല്ലെന്നും അമേരിക്കയിൽ അവര് ഹോസ്പിറ്റൽ മേഖലയിലേ ഇല്ല. അവര് ഈ ഫാർമസ്യൂട്ടിക്കൽസിലുണ്ടാവും, അല്ലെങ്കിൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് ഉണ്ടാവും. എന്തുകൊണ്ട് അവിടെ അവര് ആശുപത്രികൾ നടത്തുന്നില്ല? അത് ചിന്തിക്കേണ്ട പ്രശ്നമാണ്. അതിന് ഉത്തരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈപ്പിംഗ് ദ വെസ്റ്റ്, അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊരു ധാരണ കൊണ്ട് നമ്മളിവിടെ പിന്നെ ബെസ്റ്റ് കെയർ, ഇവിടെ നമ്മുടെ ബെസ്റ്റ് കെയർ ഇല്ലേ? ഇവിടെയുള്ള ഒരുവിധം ഹോസ്പിറ്റലുകളിൽ ബെസ്റ്റ് കെയർ ഈസ് അവൈലബിൾ. നമ്മൾ ഈ കൂടുതൽ ശൃംഖലകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഫണ്ടിങ് പോരാതെ വരുന്നത്. നമുക്ക് പിന്നെ ഫണ്ടിങ് റേസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മൾ ഇത്രയും നാൾ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എവിടെയാണ് നമുക്കൊരു കുറവ് അനുഭവപ്പെട്ടിട്ടുള്ളത്? നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ കേരള മോഡൽ ഇസ് എ വെരി സക്സസ്ഫുൾ മോഡൽ. അത് നമ്മൾ അപ്സെറ്റ് ചെയ്യായിരുന്നാൽ മതി. അവിടെ എല്ലാവർക്കും സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഭീമൻ കമ്പനികൾ, പ്രൈവറ്റ് ഇക്വിറ്റി ഡ്രിവൺ കമ്പനികൾ വരുമ്പോ ആ മിഡിൽ സെഗ്മെന്റിന് സ്പേസ് ഇല്ലാതെ പോകുന്നു. അതാണ് ഭീതിപ്പെടുത്തുന്ന സംഗതി. അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ശരി, വ്യക്തമാണ്. ഡോക്ടർ കമ്മാപ്പ, ഇൻഷുറൻസ് കമ്പനികൾ നമ്മളുടെ ചികിത്സകൾ തീരുമാനിക്കുന്ന ഒരു കാലത്തേക്കാണോ പോകുന്നത്? തീർച്ചയായും. ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ആ ഭയം പിന്നെ ശ്രീ നജീബ് തന്നെ പറഞ്ഞു. കാരണം 100% ഇൻഷുറൻസ് ആക്കാൻ, അതാണ് എന്നെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാം, അപ്പൊ അമേരിക്ക വികസിത രാജ്യമാണ്. അവിടുത്തെ പിന്നെ പോപ്പുലേഷൻ എത്രയും 34 കോടി 32 കോടി എങ്ങാണ്ടാണല്ലോ, അല്ലെ? ഇപ്പൊ 8 കോടി ആൾക്കാർക്ക് ഇപ്പൊ ഇൻഷുറൻസ് ഇല്ല അവിടെ. അതിന്റെ അർത്ഥം എന്താ? ചികിത്സയില്ല. ചികിത്സയില്ലെന്ന് മാത്രമല്ല, നിസ്സാര അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവര് മരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവുണ്ടല്ലോ, ബെർണി ആൻഡേഴ്സൺ, പുള്ളിയുടെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നിസ്സാരമായിട്ടുള്ള അസുഖങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു സാധാ ക്ലിനിക്കിൽ പോയി ചികിത്സിച്ച് മാറാവുന്ന രോഗങ്ങൾ വന്നിട്ട് ചികിത്സ കിട്ടാതെ ഏതാണ്ട് 1.5 ലക്ഷം ആൾക്കാരോടെ മരിച്ചു. അതിന്റെ സത്യാവസ്ഥ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിലും ഇന്ത്യയെ പോലുള്ള ഒരു ദരിദ്ര രാജ്യത്ത് ഈ 100% ഇൻഷുറൻസ് എന്ന് പറയുന്നത് സംഭാവ്യമല്ല. കാരണം മനുഷ്യന് ഭക്ഷണത്തിനേക്കാളും പ്രധാനമല്ലല്ലോ ഇൻഷുറൻസ്. അത്തരം ദരിദ്രന്മാരുള്ള ഒരു രാജ്യത്ത് ഈ 100% ഇൻഷുറൻസ് എന്ന് പറയുന്നതാണ് എന്നെ പേടിപ്പെടുത്തുന്ന സത്യമായിട്ടുള്ള കാര്യം. കാശുള്ളവൻ ഇൻഷുറൻസ് എടുക്കട്ടെ, വലിയ 5 സ്റ്റാർ 7 സ്റ്റാർ ആശുപത്രികളിൽ പോട്ടെ. കാരണം സമൂഹത്തിൽ ഇവരൊക്കെ കാശ് കെട്ടിപ്പിടിച്ചിരിക്കേണ്ട സമൂഹത്തിലേക്ക് ഇറങ്ങട്ടെ, നല്ല കാര്യമാണ്. പക്ഷേ ഇല്ലാത്തവനെ കൂടെ നമ്മുടെ ഇന്ത്യയിലെ സിറ്റുവേഷൻ നമ്മളെ അമേരിക്കയോ ഇംഗ്ലണ്ടോ ഒന്നും പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ദരിദ്രർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാർക്ക്, ഈ ഇൻഷുറൻസ് ഇല്ലാത്ത സാധാരണക്കാർക്ക് ഈ പറഞ്ഞ കൂട്ട് ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ കിട്ടാത്തൊരു ചികിത്സയോ അതിനേക്കാളും സ്വല്പം പ്രശ്നമുള്ള ഒരു കേസാണെന്ന് കാണുമ്പോൾ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ആശുപത്രിയിൽ പോയി ചികിത്സിക്കാനുള്ള അതിന് ആശുപത്രി അവിടെ ഉണ്ടാവണമല്ലോ. അതില്ലാതാകാൻ പോകുന്നതാണ് നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ പേടിപ്പിക്കുന്ന ഭയം എന്ന് പറയുന്നത്. അതാണ് കാരണം അതിനുള്ള ഇപ്പൊ അനാവശ്യമെന്ന് നമുക്ക് സംഗതി ശരിയാണ്. ക്വാളിറ്റി കൺട്രോൾ നമുക്ക് അത്യാവശ്യമാണ്. ഏത് സാധനത്തിനായാലും ക്വാളിറ്റി കൺട്രോൾ വേണം. ഒരു പെട്ടിക്കട നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചില ക്വാളിറ്റി കൺട്രോൾ വേണം. ചായക്കടയ്ക്കും ക്വാളിറ്റി കൺട്രോൾ വേണം, ആശുപത്രിക്കും വേണം. പക്ഷേ ഈ നമ്മൾ കൊണ്ടുവരുന്ന ക്വാളിറ്റി അമേരിക്കൻ ക്വാളിറ്റി തന്നെ വേണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കരുത്. എന്റെ ടേക്ക് അതാണ്. ഈ ഇൻഷുറൻസ് എന്തായാലും 100% ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാതെ ചികിത്സ ഇല്ല എന്ന നിലയിലെ കാര്യങ്ങൾ പോയാൽ
നമ്മൾ കൊട്ടിഘോഷിച്ച കേരള മോഡൽ തകർന്ന് തരിപ്പണമാകും. ഒരു സംശയമില്ല കാര്യം. ശരി, ശ്രീ നജീബ്, അദ്ദേഹം പറഞ്ഞതുപോലെ അമേരിക്കൻ കമ്പനികൾ ഇത്ര വലിയ തുക മുടക്കുമ്പോൾ അവർക്ക് ആ പണം തിരിച്ചു പിടിക്കേണ്ടേ? സ്വാഭാവികമായും രോഗികളുടെ ചികിത്സാ നിരക്ക് കുത്തനെ കൂട്ടില്ലേ? സാധാരണക്കാരൻ ഇനി നിങ്ങളുടെ പടി കയറാൻ പറ്റുമോ? ഞാൻ ഒരു 1-2 കാര്യങ്ങൾ അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ഈ കമൽ സാർ പറഞ്ഞ ഒരു ആങ്സൈറ്റി ഞാൻ ശരിവയ്ക്കുകയാണ്. അതേസമയം തന്നെ അതിനകത്തൊരു സൊല്യൂഷനുണ്ട്. നമ്മൾ ആ സൊല്യൂഷനാണ് കാണുന്നത്. ഈ നമ്മുടെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ, മെജോറിറ്റി ഓഫ് ദി യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ യങ്സ്റ്റേഴ്സ് വർക്ക് ചെയ്യാം. മനസ്സിലല്ലേ? ബിസിനസ്സിലേക്ക് പോകുന്ന ഒരു പെർസെൻറ്റേജും അല്ലാത്ത ആൾക്കാരും വ്യത്യാസമുണ്ട്. ദാരിദ്ര്യ മേഖലയ്ക്ക് താഴെയുള്ള ആൾക്കാർ. അപ്പോൾ ഗവൺമെന്റിന്റെ എന്താണ് ഒരു കെയർ തീർച്ചയായിട്ടും ഈ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് ഇൻഷുറൻസ് സ്കീംസും മെഡിസെപ്പും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയും ഉൾപ്പെടെ എല്ലാവരെയും ഇൻഷുറൻസ് ചെയ്യുക എന്നുള്ളൊരു പോളിസിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് കവറേജ് ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കവറേജ് അവിടെ വരും. അല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് വീണ്ടും പറയുന്നത്. അതൊരു പോയിന്റ്. രണ്ടാമത് ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അത് ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ പറഞ്ഞതാണ്. അല്ലാതെ എല്ലാവരെയും ഇൻഷുറൻസിന്റെ കീഴിലാക്കി ഇൻഷുറൻസുകാർ തീരുമാനിക്കുന്ന ലെവലിൽ ട്രീറ്റ്മെന്റ് വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. 2, ഇൻഷുറൻസ് കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യേണ്ടതും അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യേണ്ടതും അവരെ കറക്റ്റായിട്ട് കൊണ്ടുപോയി അത് നടത്തേണ്ടതുമുള്ള ചുമതല ഗവൺമെന്റ് ഉണ്ട്. കാര്യം ഇപ്പോ ടെലിഫോൺ കമ്പനികൾക്കും അങ്ങനെയുള്ളതിനെല്ലാം ട്രൈബ് ഉള്ളതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിക്കും അവരുടെ ഒരു മാനേജ്മെന്റ് ബോഡി ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മാൽ പ്രാക്ടീസസോ അല്ലെങ്കിൽ ഇൽ പ്രാക്ടീസസോ ഒഴിവാക്കാൻ കഴിയും. അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇത് തന്നെയാണ് ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, സുൽഫി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഡോക്ടേഴ്സും പേഷ്യന്റ് റിലേഷൻസ് തമ്മിലുള്ള വളരെ പെർട്ടിനന്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് സുൽഫി പറഞ്ഞത്. ഈ കിംസിന്റെ കാര്യം സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ തുടങ്ങിയത് കിംസ് മാത്രമല്ല ബാക്കിയുള്ള ഒരുപാട് ഹോസ്പിറ്റലിന്റെ കാര്യം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. കിംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്തിക്കൽ പ്രാക്ടീസസ് ആണ്. ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റിഗേഷന് പോകാതിരിക്കുക, ആവശ്യമുള്ളത് മാത്രം ചെയ്യുക, ആവശ്യമുള്ളത് മെഡിസിൻസ് എഴുതുക, ആവശ്യമില്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടാകാതിരിക്കുക. ഹോസ്പിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ മിനിമം സ്റ്റേ എന്ന് പറയുന്നത് 2 ഡേയ്സോ 3 ഡേയ്സോ കൂടുതൽ ആകാതിരിക്കുക. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടിയാണ് കിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നും അതേ നിർദ്ദേശങ്ങൾ ബ്ലാക്ക് സ്റ്റോണും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മുടെ നിന്നുള്ള ഗുഡ് പ്രാക്ടീസസ് മനസ്സിലാക്കിയിട്ട് ദേ ആർ ആക്ച്വലി ഇംപ്ലിമെന്റിംഗ് ദാറ്റ് ഇൻ അതർ ഹോസ്പിറ്റൽസ് വിച്ച് ദേ ഹാവ് അക്വയർഡ്, കെയർ ഹോസ്പിറ്റലിലും ബാക്കിയുള്ള കാര്യങ്ങളും. അപ്പൊ അങ്ങനെ നമ്മുടെ എത്തിക്കൽ പ്രാക്ടീസസിനെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഒരു വ്യവസ്ഥ സുൽഫിക്ക് തന്നെ പേഴ്സണലായിട്ട് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് ഈ എത്തിക്കൽ പ്രാക്ടീസസ് ആണ് ഡോക്ടേഴ്സിനെ ഒന്നും അങ്ങനെ നിർബന്ധിച്ച് ഇത്ര മരുന്ന് തരണം അല്ലെങ്കിൽ ഇത്ര പേഷ്യന്റ് കാണണം, ഇത്ര ചാർജ് ചെയ്യണം, ഇത്ര അഡ്മിറ്റ് ചെയ്യണം എന്ന് ഒരു ഡോക്ടറെയും ഒരു മാനേജ്മെന്റിന് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. നോ ഡോക്ടർ വിൽ, നോ പ്രോപ്പർ ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് ഡോക്ടർ വിൽ നോട്ട് അക്സെപ്റ്റ് ദാറ്റ്. അപ്പൊ ആ ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമുക്ക് പ്രധാനമായിട്ട് നൽകുക ബെസ്റ്റ് ഓഫ് ദ വേൾഡ് കെയർ അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ് വിത്ത് അഫോർഡബിൾ കോസ്റ്റ് എന്നായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. ആൻഡ് ഇൻ എത്തിക്കൽ പ്രാക്ടീസസ് ആ ലെവലിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനും. ആ ലെവലിൽ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് പ്രൈവറ്റ് മേഖലകളും കൂടെ ചേർന്നുകൊണ്ട് അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നെ കേരളത്തിന്റെ 70% ഹെൽത്ത് കെയറും സപ്പോർട്ട് ചെയ്യുന്നത് ഇത് പ്രൈവറ്റ് മേഖലയാണ്. അപ്പൊ കേരള ഗവൺമെന്റ് ഈ ഹെൽത്ത് മേഖലയിൽ ഏറ്റവും ബെസ്റ്റ് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രൈവറ്റ് മേഖലയുടെ ഇൻവെസ്റ്റ്മെന്റ് കോൺട്രിബ്യൂഷൻ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ബാക്കി ഒരുപാട് എല്ലാ ഹോസ്പിറ്റൽസിന്റെ നിങ്ങൾ നോക്കിയാൽ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റൽസിന്റെ അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും അവരുടെ പ്രോഗ്രാംസ് ആണെങ്കിലും പ്രിവെന്റീവ് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. നിങ്ങൾ ഓടണം, നിങ്ങൾ നടക്കണം, നിങ്ങൾ യോഗ ചെയ്യണം, അല്ലെ അങ്ങനെയുള്ള ഹെൽത്ത് ടിപ്സ് കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാതെ രോഗികളായിട്ട് വരുന്നവർക്ക് മാത്രമാണ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കോംപ്രിഹെൻസീവ് ഹെൽത്ത് കെയർ ഫോർ ദി എക്സിസ്റ്റൻസ് ആൻഡ് മൂവിംഗ് ഫോർവേഡ് ആ ഒരു പോളിസിയിലാണ് മുന്നോട്ട് പോകുന്നത്. ശ്രീ നജീബ്, വൻകിട കമ്പനികളെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലേക്ക് ആകർഷിക്കുന്ന ഘടകം എന്താണ്?
അല്ല, തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളുണ്ടാവും. ദേ വിൽ ബി ലുക്കിംഗ് ആഫ്റ്റർ ഈ വൻകിട എല്ലാ കമ്പനികളായാലും, ഇപ്പൊ എന്താണ് IT കമ്പനി ആണെങ്കിലും ഹെൽത്ത് കെയർ കമ്പനി ആണെങ്കിലും എഡ്യൂക്കേഷൻ കമ്പനി ആണെങ്കിലും, ഇപ്പൊ എഡ്യൂക്കേഷൻ ഭീമന്മാരും കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളവരെല്ലാം തന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആയിരിക്കുമോ, ആ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടുമോ. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെല്ലാം ഒരുപാട് ചലഞ്ചസ് ദേ ആർ ഫേസിങ്. ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 7%, 8%, 9% ആണ്. വെളിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 1% ആണ്, അല്ലെങ്കിൽ 2% ആണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3% ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ നാച്ചുറൽ ആയിട്ട് they will look at some profits. There is no doubt about it. പക്ഷെ ആ പ്രോഫിറ്റ് നമ്മുടെ പേഷ്യൻസിനെയും നമ്മുടെ സിസ്റ്റത്തെയും അഫക്ട് ചെയ്യാത്ത ലെവലിൽ കൊണ്ടുപോകേണ്ടത് നമ്മുടെ മാനേജ്മെന്റ് വൈദഗ്ധ്യമാണ്. അത് നമ്മൾ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. ശരി, വ്യക്തമാണ്. കേണൽ രാജീവ് മണാലി, കോർപ്പറേറ്റുകൾ വരുന്നതോടെ ഡോക്ടറും രോഗിയും തമ്മിലുള്ള വിശ്വാസം ഒരു കച്ചവടത്തിന് വഴിമാറുകയാണോ? ആദ്യമേ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കിംസ് ഇതിലൊരു മാതൃകയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കിംസ് എത്തിക്കലി ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ ആ മാനേജ്മെന്റിനെ പോലും പ്രൈവറ്റ് ഇക്വിറ്റി ഡ്രൈവ് ചെയ്യുന്ന ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ അത് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഈ ശ്രീ നജീബ് പറഞ്ഞ പോലെ പ്രൈവറ്റ് ഇക്വിറ്റീസിനെ ആകർഷിക്കുന്നത് പ്രോഫിറ്റ് മാത്രമാണ്, ആ ഒരു പ്രോഫിറ്റ് മോട്ടീവ് മാത്രമാണ്. അവിടെ എന്തൊക്കെ സംഭവിക്കും എന്നറിയണമെങ്കിൽ നമ്മൾ അമേരിക്കൻ മോഡൽ ഒന്ന് ശരിക്കും പരിശോധിച്ചാൽ മതി. മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ ഇപ്പോഴത്തെ ആരോഗ്യ മേഖല ഒന്ന് പരിശോധിച്ചാൽ മതി. വ്യക്തമായ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പൊ നമ്മൾ ഈ അമേരിക്കൻ മോഡലും യൂറോപ്യൻ മോഡലും ഒക്കെ തെരഞ്ഞുപിടിച്ച് നടക്കാതെ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത ഒരു സ്വതസിദ്ധമായ ഒരു സ്വാശ്രയ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ഒരു മോഡലുണ്ട്. ആ മോഡൽ ശക്തിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ തള്ളി കൊണ്ട് ഇവിടെ അനേകം മിഷണറി ഹോസ്പിറ്റൽസ് കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. ആ ചെറുകിട ഹോസ്പിറ്റലുകൾ വളർത്തിയെടുത്തൊരു സംസ്കാരമുണ്ട് നമുക്ക്. ആ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പിന്നെ ഞാൻ നജീബിനെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, കിംസ് ഒരു നല്ല മോഡലാണ്. പക്ഷെ എല്ലാവരും അതുപോലെ അല്ലെന്നുള്ളത് നജീബിന് പറയാം, എനിക്കും അറിയാം. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ പ്രൈവറ്റ് ഇക്വിറ്റിയുടെ തള്ളിച്ച കേരളത്തിനും ഇന്ത്യക്കും ഒട്ടും ഗുണകരമല്ല. അത് അവരെ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്ന കൂട്ടത്തിലാണ്. ഡോക്ടർ കമ്മാപ്പ, കോർപ്പറേറ്റുകൾക്കെതിരായ ജനവികാരം പലപ്പോഴും ഇമോഷണലാണ്. ഒരു പ്രാക്ടിക്കൽ ഓൾട്ടർനേറ്റീവ് എന്താണ്? നമ്മളിപ്പോ പലരും കമ്പയർ ചെയ്യും. ഇപ്പൊ നമ്മള് 80കളിൽ നമുക്കിവിടെ അംബാസിഡറും ഫിയറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്തെല്ലാം തരം കാറുകൾ നമുക്ക് ചോയ്സ് ഉണ്ട്. നമ്മളെല്ലാവരും സാധാരണ പറയുന്ന ഒരു കാര്യമാണത്. പക്ഷേ ഹെൽത്ത് സെക്ടർ നമ്മളൊരു ബാക്കിയുള്ള ഒരു ഇൻഡസ്ട്രിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് ദർ ഈസ് എ ഹ്യൂമാനിറ്റേറിയൻ എലമെന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനറേഷനിൽ പെട്ട ആളാണ് ഞാനൊക്കെ. ഇപ്പൊ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. കാരണം എനിത്തിങ് ആൻഡ് എവരിതിങ് ഈസ് ഫോർ പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു സ്ലോഗൻ ഹെൽത്ത് സെക്ടറിൽ നമ്മളെ അനുവദിച്ചുകൂടാ എന്ന് വിശ്വസിക്കുന്ന ഒരുപക്ഷെ പഴഞ്ചനായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതായിരിക്കാം ഈ സംഗതികളൊക്കെ നമ്മൾ ഇത്ര അലട്ടുന്നത്. അതേസമയം ഇതിനകത്ത് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാം. ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇൻഫോ പാർക്കോ പിന്നെ ടെക്നോ പാർക്കോ പോലെ ഒരു ഗവൺമെന്റ് തന്നെ സ്ഥലം കൊടുത്ത് ഇത്തരം കമ്പനികളെ കൊണ്ട് ഒരു 5 സ്റ്റാറോ 7 സ്റ്റാറോ ഗ്രേഡിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റികൾ എല്ലാ സംവിധാനങ്ങളുള്ള ആശുപത്രികൾ ഉണ്ടാക്കി പുറത്തുനിന്ന് പേഷ്യൻസിനെ നമ്മളത് പ്രൊമോട്ട് ചെയ്താൽ കിട്ടും, പേഷ്യൻസിന് കിട്ടും. ആ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല, ഒരു സംശയമില്ല, പേഷ്യൻസിന് കിട്ടും. നമ്മൾ വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് നല്ലൊരു കാര്യമാണ്. കാരണത്തിൽ ഒരുപാട് മാൻ പവർ ഉണ്ട്, നല്ല എക്സ്പേർട്ട് ഡോക്ടർമാരുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, എത്രയോ പേർക്ക് ജോലി കിട്ടും, എത്രയോ നമ്മൾ ഫോറിൻ മണി നമുക്ക് നാട്ടിലേക്ക് വരികയും ചെയ്യും. ഇത് നമുക്ക് നമ്മളുടെ ഈ ഹെൽത്തിന്റെ ഇതിന്റെ ചികിത്സയുടെ പുറത്തും നമ്മളുടെ ഇവിടെ ആയിട്ടുള്ള ഈ അജഗജാന്തരം എന്നുള്ളത് ശരിക്കും അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഈ അടുത്തുണ്ടായ ഒരു അനുഭവം കേട്ടോ. എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിലാണ്. അദ്ദേഹത്തിന്റെ മകള് ആ കുട്ടി ഇൻ ബിറ്റ്വീൻ ജോബ്സ് ആണ്.
ഒരു ജോബ് വിട്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ജോബിൽ നെക്സ്റ്റ് ഇയറിലേ കയറുള്ളൂ. അപ്പൊ ഇപ്പൊ അയാൾക്ക് തൽക്കാലം ഇൻഷുറൻസ് ഇല്ല, മെഡിക്കൽ ഇൻഷുറൻസ് പിന്നെ പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പൊ അയാൾക്ക് ഒരു ഓവറിയിൽ ഒരു സിസ്റ്റ് വന്നു. അപ്പൊ ഓവറിയൻ സിസ്റ്റിന് അവിടെ ലാപ്രോസ്കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അപ്പൊ അവര് പണം കൊടുത്ത് ചെയ്യാമെന്ന് നോക്കിയപ്പോ ഏതാണ്ട് $100,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ $1,00,000 എത്ര അവിടുത്തെ ഫീസ് വരും എന്ന് പറഞ്ഞത്. എത്ര രൂപയായി? 90 ലക്ഷം രൂപയായി. അവര് നാട്ടില് പിന്നെ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് വന്നു, ഇവിടെ വന്നു, നമ്മുടെ ഇവിടെ വന്നു ചെയ്ത് 4 ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചുപോയി. ഇതിന്റെ കോസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഈ പുറത്തൊക്കെ നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓരോ ചികിത്സയ്ക്കും കോസ്റ്റ് എത്രയെന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ രീതിയിലേക്ക് പോകാൻ നമ്മുടെ നാടിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ നമ്മുടെ ജനങ്ങൾക്ക്? പണമുള്ളവരുണ്ട്, ശരിയാണ്. എന്റെ ടേക്ക് ഇതാണ്, പണമുള്ളവൻ ഇൻഷുറൻസ് എടുക്കട്ടെ, വലിയ സ്ഥലങ്ങളിൽ പോകട്ടെ, വലിയ ആശുപത്രികൾ വരട്ടെ. പക്ഷെ അതിന്റെ പേരിൽ ഈ ചെറുകിട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയാൽ നമ്മൾ നാളെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ കേണൽ സാർ പറഞ്ഞതുപോലെ നമ്മളിവിടെ പൂട്ടിപ്പോയതിന്റെ കണക്ക് IMAയുടെ കയ്യിലുണ്ട്. സുൽഫിക്ക് കൃത്യമായിട്ട് അറിയണ്ടാവും. ഏതാണ്ട് 8,000-ഓളം ഇത്തരം ചെറുകിട സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നത് അത് ഇപ്പോൾ 3,000-ഓളം ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയിലധികം ഇപ്പൊ പൂട്ടിപ്പോയി എന്നുള്ളതാണ് IMAയുടെ കണക്കുള്ളത്. അപ്പൊ ഇതെവിടെ ചെന്ന് നിൽക്കും? ഇത് ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? നമ്മള് അത് ചിന്തിച്ചാൽ മതി. ഈ ചെറുകിട സ്ഥാപനങ്ങൾ ഇല്ലാണ്ടായി പോയാൽ അത് ഇതിപ്പോ ചോദിക്കും ഇത്തരം വലിയ ആശുപത്രികൾ വന്നത് കൊണ്ടാണോ? അത് മാത്രമല്ല കേട്ടോ, അതിന് വേറെയും പല ഘടകങ്ങളും ഉണ്ട്. കാരണം ഒരു ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഈ ചെറുകിട മീഡിയം സൈസ് ആശുപത്രികളെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു മെക്കാനിസവും ഇന്നില്ല. ഒരു മെക്കാനിസവും ഇല്ല. വളരെ ഖേദകരമാണ് ആ പറയേണ്ട കാര്യം. അത് കിംസൊക്കെ ഉള്ളത്, കിംസൊക്കെ ചെയ്യുന്ന സേവനം നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെയും കൂടെ ഒരു റെഫറൽ സെന്ററാണ് പെരിന്തൽമണ്ണ കിംസ്. ആ രീതിയിലുള്ള കേസുകൾ നമ്മൾ അങ്ങോട്ട് വിടും. പക്ഷേ കേരളത്തിലെ എല്ലാ മേഖലകളിലും കിംസ് പോലുള്ള ആശുപത്രികൾ മാത്രം മതി എന്നുള്ള സ്ഥലത്ത് പറഞ്ഞാൽ അത് കുറച്ച് പ്രശ്നമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ നജീബ്, സർക്കാർ മെഡിക്കെയർ നിരക്ക് കർശനമാക്കിയാൽ നിങ്ങളുടെ ബിസിനസ് മോഡൽ നിലനിൽക്കുമോ? മെഡിക്കെയർ നിരക്കില് ഈ മേജർ ഇതുപോലുള്ള മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽസിനെ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം അത് വളരെ അതിന്റെ കോസ്റ്റിന്റെ 50% പോലും വരാത്ത ലെവലിലാണ് മെഡിസെപ്പിന്റെ. പക്ഷേ സർക്കാരിനുമായിട്ട് നമ്മൾ സഹകരിച്ചിട്ടുള്ള ചില മേഖലകൾ, ചില സ്പെഷ്യാലിറ്റികൾ നമുക്ക് ചെയ്യാൻ നമ്മൾ തന്നെ സബ്സിഡറി ആയിട്ടുള്ള കെയർ കൊടുത്തിട്ട് ചില ഏരിയാസിൽ ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. അപ്പൊ അതേസമയം ചില ഏരിയയിൽ സഹകരിക്കാൻ പറ്റത്തില്ല. കാര്യം കോസ്റ്റ് ഈസ് സോ മച്ച്. ഈ എല്ലാത്തിനും ഒരു കോസ്റ്റ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ഇൻബിൽറ്റ് കോസ്റ്റ് ഉണ്ട്. കാര്യം നിങ്ങൾ ഡോക്ടേഴ്സ് കോസ്റ്റ്, കൺസ്യൂമബിൾ കോസ്റ്റ്, ഫെസിലിറ്റി കോസ്റ്റ്, ബാക്കിയുള്ള സപ്പോർട്ട് സർവീസസ് കോസ്റ്റ്, ഇങ്ങനെ ഒരു കോസ്റ്റ് ഏത് മേഖലയിലും ഉണ്ട്. ഒരുപക്ഷെ പ്രൈമറി കെയറിന് കുറവായിരിക്കും, ഗവൺമെന്റ് മേഖലയിൽ കുറച്ചുകൂടി കുറവായിരിക്കും, പ്രൈവറ്റ് മേഖലയിൽ ഇതുപോലെയുള്ള ഹോസ്പിറ്റൽസ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രൈമറി ഇപ്പോ കമൽ സാറ് പറഞ്ഞതുപോലെ ഡെഫിനറ്റ് ആയിട്ട് വി ആർ നോട്ട് അഗേൻസ്റ്റ് primary care hospitals or secondary care hospitals of the government, even tertiary care of the hospital. Only thing is quaternary care facilities ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് വരുന്നിടത്ത് ആവശ്യമുള്ളവർ മാത്രമാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എല്ലാം വരുന്നത്, പ്രധാനപ്പെട്ട മേജർ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഒരു കുറച്ചുകൂടെ അഫോർഡബിൾ ഹോസ്പിറ്റലിലേക്ക് ബാക്കിയുള്ളവർ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ റെഫറൽ ഹോസ്പിറ്റൽസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ മെഡിക്കൽ കോളേജസ് തന്നെ നമ്മൾ റെഫറൽ ഹോസ്പിറ്റൽസ് ആയിട്ട് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ്. ശ്രീ വക്കം പുരുഷോത്തമൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ കാലത്താണ് മെഡിക്കൽ കോളേജസ് എല്ലാം റെഫറൽ ഹോസ്പിറ്റൽസും ബാക്കിയുള്ള ഹോസ്പിറ്റൽസ് പ്രൈമറി കെയർ ബേസിക് ഹോസ്പിറ്റൽസും ആക്കിയത്, പ്രൈമറി കെയറും ആക്കിയത്. അവസാനം എന്ത് പറ്റി? പ്രൈമറി കെയർ നന്നായി പോയി, പക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് ആൾക്കാർക്ക് വരാതിരിക്കാൻ പറ്റാത്ത കണ്ടീഷൻ വന്നു. അപ്പോൾ അവസാനം റെഫറൽ ഹോസ്പിറ്റൽ സിസ്റ്റം തന്നെ ഫെയിലിയർ ആയിപ്പോയി. ഇപ്പോഴും നമ്മുടെ ഗവൺമെന്റ് ഇപ്പോഴും പറയുന്നത് എന്താണ്? നമ്മൾ മെഡിക്കൽ കോളേജ് റെഫറൽ ഹോസ്പിറ്റൽ, ആക്ച്വലി മെഡിക്കൽ കോളേജ് റെഫറൽ ഹോസ്പിറ്റൽ ആകണം. റെഫറൽ ഹോസ്പിറ്റൽ അല്ലാതെ ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ മൾട്ടി സ്പെഷ്യാലിറ്റി ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസും
റെഫറൽ ഹോസ്പിറ്റൽസ് ആക്കുക. നമ്മളെല്ലാം റെഫറൽ ഹോസ്പിറ്റൽ, പക്ഷെ എന്ന് പറഞ്ഞ് പ്രൈമറി കെയറിൽ വരുന്ന ആളുകളെ നമ്മൾ റെഫ്യൂസ് ചെയ്യത്തില്ല. പക്ഷേ 90% പേഷ്യൻസ് വരുന്നത് റെഫറലും അതുപോലെ തന്നെ ടെറിഷറി ആൻഡ് എബവ് കെയർ എന്നുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പൊ അവർക്ക് ബെസ്റ്റ് അറ്റൻഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ there is a cost involvement. പക്ഷേ അത് as far as possible അഫോർഡബിൾ കോസ്റ്റ് ആയിട്ട് പോകുക, അല്ലെങ്കിൽ നമ്മൾ സബ്സിഡറി കെയർ കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് സ്കീംസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ 8-10 സബ്സിഡറി കെയർ സ്കീംസ് തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് കൊടുക്കാനുള്ള CSR ഫണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് പേഷ്യൻസിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുക. എല്ലാവർക്കും അറിയാം, കേരളത്തിൽ നമ്മളുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനും എല്ലാ പേഷ്യന്റ് കമ്മ്യൂണിറ്റിക്കും അറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഗവൺമെന്റിനും അറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആൾക്കാരെ സഹായിക്കുന്നത് എന്നുള്ളതെല്ലാം അറിയാം. ഈ പ്രോഫിറ്റ് മോട്ടീവ് മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് there is a profit motive also which we cannot deny. ആ ഫെസിലിറ്റി നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. വ്യക്തമാണ്. കേണൽ രാജീവ് മണാലി, വൻകിട കോർപ്പറേറ്റുകൾ വൻ ശമ്പളത്തിന് ഡോക്ടർമാരെയും ഹോസ്പിറ്റൽ സ്റ്റാഫിനെയും ഏറ്റെടുക്കുമ്പോൾ സാധാരണ ചെറുകിട ആശുപത്രികളിൽ ഡോക്ടർമാരും സ്റ്റാഫും ഇല്ലാത്ത ഒരു അവസ്ഥ വരുന്നുണ്ടോ? വരാൻ സാധ്യത തള്ളിക്കളയാനാവില്ല. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിന് നിലനിൽക്കണം, അത് ഒരു നിലനിന്നോട്ടെ. ഈ ഇൻഷുറൻസ് നേരത്തെ പറഞ്ഞു കേട്ടു ഞാൻ, ഗവൺമെന്റ് തലത്തിലുള്ള ഇൻഷുറൻസ് ഒക്കെയാണ്. അതല്ല, കാരണം നമുക്ക് മെഡിസെപ്പ് ഉണ്ട്, കാരുണ്യമുണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് യോജനകളുണ്ട്. ഇതൊന്നും ഒരു സാധാരണക്കാരന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാനോ ചികിത്സ തേടാനോ ഉള്ള ഒരു സംവിധാനം ഒരുക്കുന്നതല്ല. പാവപ്പെട്ടവൻ, സാധാരണക്കാരൻ വീണ്ടും ഗവൺമെന്റ് സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്കുള്ളത്. അത് മാറ്റാൻ ഉടനെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഗവൺമെന്റ് സ്പെൻഡിങ്ങിന്റെ തോത് അത് കാര്യമാണ്. അപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വേണം. ആ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ മിഡ് സെഗ്മെന്റ് ആൻഡ് ലോവർ സെഗ്മെന്റ് ഹോസ്പിറ്റൽസ് വേണം. ശരി, വ്യക്തമാണ്. ഡോക്ടർ കമ്മാപ്പ, വിദേശ ഫണ്ടില്ലാതെ സ്വന്തം നിലയിൽ ആശുപത്രി നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് കേരളത്തിലെ ആശുപത്രികൾക്കുണ്ടോ? കേരളത്തിലെ ആശുപത്രികളിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു എക്സ്പാൻഷന് പോവുക എന്നുള്ള രീതിയിൽ ചിലരൊക്കെ എന്താ പറയുക, കടക്കിണിയിൽ പോയി പെടുന്ന ആശുപത്രികൾ എനിക്ക് തന്നെ അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ ഈ കൊക്കിലൊന്നതിനേക്കാൾ കൂടുതൽ കൊത്താൻ ശ്രമിച്ചിട്ട് പ്രശ്നമായി പോയിട്ടുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ, അതുകൊണ്ട് പൂട്ടിപ്പോയിട്ടുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഫോറിൻ ഫണ്ടിങ് വരുന്നതിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിന് നമ്മൾ കണ്ണടച്ചു തീർക്കേണ്ട കാര്യമില്ല. പിന്നെ കിംസിനെ പോലെയുള്ള നമുക്ക് റെഫറൽ സെന്റേഴ്സ് ആയിട്ടുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും നല്ലതാണ്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നിലനിന്ന് പോകേണ്ടതും സ്മോൾ ആൻഡ് മീഡിയം ടൈപ്പ് ഹോസ്പിറ്റൽസ് ആണ് എന്നുള്ളതാണ് എന്റെ ടേക്ക്. കാരണം അത് കൂട്ടിപ്പോയാൽ പൊതുജനങ്ങൾ പാവപ്പെട്ടവർ അനുഭവിക്കും. ഒരു സംശയമില്ല. വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇവിടെ ഉയർന്നു വന്ന വാദങ്ങൾ നമ്മൾ കേട്ടു. വികസനത്തിന് പണം വേണം, പുതിയ ടെക്നോളജി വരാൻ വൻകിട നിക്ഷേപം വേണമെന്നത് സത്യമാണ്. എന്നാൽ അത് സാധാരണക്കാരൻ്റെ നടുവൊടിക്കുന്ന ചികിത്സാ ബില്ലുകളായി മാറരുത്. ആശുപത്രി എന്നത് സൂപ്പർ മാർക്കറ്റ് പോലെയല്ല. അവിടെ എത്തുന്ന ഓരോരുത്തരും നിസ്സഹായരാണ്. അവരുടെ ജീവനും ആരോഗ്യവും വെച്ച് ലാഭക്കച്ചവടം നടത്താൻ കോർപ്പറേറ്റുകളെ അനുവദിച്ചുകൂടാ. ഇവിടെ സർക്കാർ വലിയൊരു റോള് എടുക്കേണ്ടതുണ്ട്. കോർപ്പറേറ്റുകൾക്ക് ചുവപ്പ് പരവതാനി വിരിക്കുമ്പോൾ തന്നെ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിലാണ് ചികിത്സ ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓർക്കുക, കീശയുടെ കനം നോക്കി ജീവൻ അളക്കുന്ന ഒരിടമായി കേരളം മാറരുത്. ചർച്ചയിൽ പങ്കെടുത്ത EM നജീബ്, കേണൽ രാജീവ് മണാലി, ഡോക്ടർ കമ്മാപ്പ, ഡോക്ടർ സുൽഫി നൂഹു, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.